ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ടുവേർഡ്സ് ഇക്വാലിറ്റിയിൽ പാർട്ട് 3 ആണ്. പേജ് നമ്പർ 154 എടുക്കുക. അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ. The Travancore government provided free education up to the 4th standard to all categories of children irrespective of caste and religion. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി നൽകിയിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? However, the so-called upper caste school authorities did not admit children hailing from lower caste. എന്നിരുന്നാലും ഈ മേൽജാതിയിൽപ്പെട്ട ആളുകൾ കീഴ്ജാതിയിൽപ്പെട്ട വിഭാഗത്തിലെ കുട്ടികൾക്ക് ഈ സ്കൂളുകളിലേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. As a protest against this, Ayangali took the hand of a Dalit girl named Panchami and went to Urutambalam school and demanded that she be admitted to the school. അപ്പോൾ മേൽജാതിയിൽപ്പെട്ട ആളുകൾ കീഴ്ജാതിയിൽപ്പെട്ട കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് സർക്കാർ ഉത്തരവ് നടപ്പാക്കണം. എന്താണ് സർക്കാർ ഉത്തരവ്? 4ാം ക്ലാസ് വരെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അതോടൊപ്പം തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലെ കുട്ടികൾക്കും ഈ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നൽകണം. ഈ ഉത്തരവ് നടപ്പാക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? പഞ്ചമി എന്നു പേരുള്ള ഒരു ദളിത് ബാലികയുടെ കൈ പിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, അങ്ങനെ ഫോഴ്സ് ചെയ്ത് പ്രവേശിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകളവിടെ വരും. പക്ഷേ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തില്ല. അയ്യങ്കാളി എന്തു ചെയ്തു? ഈ പഞ്ചമിയുടെ കൈ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു നോക്കിക്കേ. Although the authorities were forced to grant admission to Panchami, the upper caste people set fire to the school. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായി. പക്ഷെ അങ്ങനെ നിർബന്ധിതരായെങ്കിലും അയ്യങ്കാളി പഞ്ചമിയെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോന്നത്. അന്ന് രാത്രി പക്ഷേ ഈ ഊരൂട്ടമ്പല സ്കൂളിന് മേൽജാതിക്കാർ തീയിട്ടു. The debris of the burned bench and other equipment is kept in the school museum. കത്തിക്കരഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. Thereafter the school has been named അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ, ഊരൂട്ടമ്പലം, തിരുവനന്തപുരം. ഇന്ന് ഈ സ്കൂൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. എന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളാണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത്, ഊരൂട്ടമ്പലത്ത്. സോഷ്യൽ ഇൻഇക്വാലിറ്റി ഈസ് എ കണ്ടീഷൻ വെയർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് സോഷ്യലി ഈക്വൽ. നമുക്കറിയാം, സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യരല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? സാമൂഹിക അസമത്വം നടക്കുന്നു എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ ലഭിക്കുകയാണ്, എല്ലാവർക്കും ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ലഭിക്കുകയാണ്, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്, ഈക്വൽ റിസോഴ്സ് ലഭിക്കുകയാണ്, ഈക്വൽ ഇൻകം ലഭിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവിടെ സോഷ്യൽ ഇക്വാലിറ്റിയാണ് നടപ്പാക്കുന്നത്. പക്ഷേ ഇതെല്ലാത്തിലും ഡിഫറൻസ് വരികയാണെങ്കിലോ അവിടെ എന്ത് നടക്കും? സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ടാകും. ദ അൺഈക്വൽ കണ്ടീഷൻ ഇൻ സ്റ്റാറ്റസ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. പദവി, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നത്. അടുത്തത് സോഷ്യൽ ഇൻഇക്വാലിറ്റിയാണ്. സോഷ്യൽ ഇൻഇക്വാലിറ്റി റെഫേഴ്സ് ടു ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റാറ്റസ് വിത്തിൻ എ സൊസൈറ്റി. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നത്, സമമല്ലാത്ത വിതരണത്തെ സൂചിപ്പിക്കുന്നു. സോഷ്യൽ ഇൻഇക്വാലിറ്റി മാനിഫെസ്റ്റ് itself in various forms such as inequality in income and wealth, lack of access to education and health care, discrimination based on race
and gender and unequal representation in political and social institution. ശരിക്കും വരുമാനത്തിലുണ്ടാകുന്ന അസമത്വം, അതുപോലെ തന്നെ സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, ജാതി, വംശം, ലിംഗപദവി, സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള എന്നിവയുടെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെയുള്ള പല രൂപങ്ങളിലും സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറയാനും കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വരുന്നൊക്കെ? സോഷ്യൽ ഇൻഇക്വാലിറ്റി മാനിഫെസ്റ്റ്, വേരിയസ് ഫോംസ് ഓഫ് സച്ചസ് ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം പറയാം, വെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റേസ്, ജെൻഡർ ആൻഡ് പൊളിറ്റിക്കൽ പവർ. നെക്സ്റ്റ്, the government formulates policies aimed at promoting equality, justice and equal opportunities for all members of society to address social inequality. ശരിക്കും സാമൂഹിക അസമത്വം ഉന്മൂലനം ചെയ്യാൻ ആരാണ് ആദ്യം നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്? നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്ത് നൽകണം? തുല്യത നൽകണം, ഇക്വാലിറ്റി നൽകണം. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് നൽകണം, നീതി നൽകണം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകണം, തുല്യ അവസരങ്ങൾ നൽകണം. ഇങ്ങനെയുള്ള, അതായത് ഈ ഇക്വാലിറ്റിയും ജസ്റ്റിസും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? സോഷ്യൽ ഇക്വാലിറ്റി ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് പേജ് നമ്പർ 155. ലെറ്റ്സ് എക്സാമിൻ ദ കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദം. സോഷ്യൽ ഇൻഇക്വാലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ അസമത്വത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തത് കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റിയിൽ ഒന്നാമത്തതാണ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. എന്താണ്? സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്. എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഡിസ്പാരിറ്റി ഇൻ ഇൻകം. എന്താണ്? ഡിസ്പാരിറ്റി ഇൻ ഇൻകം, അതായത് വരുമാനത്തിലെ വ്യത്യാസം. നമുക്കറിയാം, എല്ലാവർക്കും ഒരു കുടുംബത്തിൽ ഒരേ വരുമാനമല്ല, വരുമാനത്തിൽ വ്യത്യാസമുണ്ടാവും. വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും പർച്ചേസിങ് കൂടും, അല്ലേ? അതുപോലെ കുറച്ച് വരുമാനം ലഭിക്കുന്ന ആൾക്കോ പർച്ചേസിങ് കുറയും. അപ്പോൾ വരുമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ ഉയർന്ന നിലവാരം, താഴ്ന്ന നിലവാരം എന്ന് പട്ടികപ്പെടുത്തുന്നത്. ഇനി അടുത്തതാണ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മ വന്നാലും സമൂഹത്തിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാകും. അടുത്തത് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. എന്താണ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികമുള്ള അനുസരിച്ച് മാത്രമേ നമുക്ക് റിസോഴ്സസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? സാമ്പത്തികം കുറവാണെങ്കിലോ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും കുറവായിരിക്കും. നെക്സ്റ്റ്, ഡിഫറൻസ് ഇൻ വേജസ് ഓർ സാലറി. കൂലിയിലും ശമ്പളത്തിലുമുള്ള വ്യത്യാസം. കൂലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെയിലി വേജസിന്, അതായത് ഡെയിലി ദിവസപ്പണിക്കാരെയാണ് നമ്മൾ കൂലി ലഭിക്കുന്നത്. പക്ഷേ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാകും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എക്കണോമിക് ഇൻഇക്വാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും 4 ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ എഴുതും? ഡിസ്പാരിറ്റി ഇൻ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡിഫറൻസ് ഇൻ വേജസ് ഓർ സാലറി. അടുത്തത് രണ്ടാമത്തത് സോഷ്യൽ ഇൻഇക്വാലിറ്റിയുടെ കാരണമാണ് എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റി. ഒന്നാമത്തേതായിരുന്നു എക്കണോമിക് ഇൻഇക്വാലിറ്റി, രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റി. ഇനി എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞ് ഏതൊക്കെ എഴുതും? ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ
ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഒന്നാമത്തേതാണ് ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ശരിക്കും വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കും, പക്ഷേ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം നമുക്ക് എന്തുണ്ടാക്കും? എഡ്യൂക്കേഷണൽ ഇന്നിക്വാലിറ്റി ഉണ്ടാകും. നമ്മുടെ അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടോ പണ്ട് കാലങ്ങളിൽ? അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ 7ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ ഒക്കെയുള്ള അപ്പൂപ്പന്മാരാണെങ്കിൽ പോലും അവർ നന്നായിട്ട് മലയാളം വായിക്കും. പക്ഷേ നമ്മുടെ ഈ തലമുറ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് +2 ആയാൽ പോലും ഒരു പാരഗ്രാഫ് നല്ല വൃത്തിയായിട്ട് മലയാള അക്ഷരം തെറ്റാതെ എഴുതാൻ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂളിലെ പഠനം കഴിഞ്ഞ് നമ്മൾ വന്ന് നമ്മൾ കൂടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നേടുകയുള്ളൂ. അല്ലാതെ ഓരോ പീരീഡിന് 40 മിനിറ്റേ നമുക്കുള്ളൂ. ആ 40 മിനിറ്റിൻ്റെ ഉള്ളിൽ പുസ്തകം മുഴുവൻ നമ്മളെ കൊണ്ട് പഠിച്ച് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചോ ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മളും കൂടി കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് ശരിയായ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. എന്താണ് പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ എന്ന് പറയുന്നത്? എല്ലാവർക്കും വിദ്യാഭ്യാസ അവസരം ലഭിക്കണം. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ എന്തായി പോകും? അവസരങ്ങൾ ലഭിക്കാതെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും? ഈ വിദ്യാലയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. അപ്പോൾ അവരെല്ലാവരെയും സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൽസറി ആക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം. എങ്ങനെയുള്ള വിദ്യാഭ്യാസം? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് കോസസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റിയുടെ എക്കണോമിക് ഇൻഇക്വാലിറ്റിയാണ്. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റിയാണ്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് ഇൻഇക്വാലിറ്റി വിത്തിൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. എന്താണ് ഇൻഇക്വാലിറ്റി വിത്ത് സോഷ്യൽ സ്ട്രക്ചേഴ്സ്? നോക്കുക. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലിജിയൻ, റേസ്, ജെൻഡർ സ്റ്റാറ്റസ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വംശത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണ്, അവൻ ട്രാൻസ്ജെൻഡറാണ്, അവനൊരു ഭിന്നശേഷിക്കാരനാണ്, അങ്ങനെ അടിസ്ഥാനമാക്കിയുള്ള യാതൊരു വിവേചനവും പാടില്ല. അങ്ങനെ ഒരു വിവേചനം വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ സോഷ്യൽ സ്ട്രക്ചറിനുള്ളിൽ ഇൻഇക്വാലിറ്റി വന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അടുത്തതാണ് ഇൻഇക്വാലിറ്റി ഡ്യൂ ടു സോഷ്യൽ നോംസ്. സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം, നിലവിലെ സമൂഹത്തിൽ തനിയെ ഉണ്ടാകുന്ന അസമത്വം. അടുത്തതാണ് 3 പഠിച്ചു. എക്കണോമിക് ഇൻഇക്വാലിറ്റി, എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റി, ഇൻഇക്വാലിറ്റി വിത്തിൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. 4 ജോഗ്രഫിക്കൽ ഇൻഇക്വാലിറ്റീസ്. എന്താണ് ജോഗ്രഫിക്കൽ ഇൻഇക്വാലിറ്റീസ് എന്ന് വെച്ചാൽ? നോക്കിക്കേ, എന്താണ് ജോഗ്രഫിക്കൽ ഇൻഇക്വാലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്നാമത്തത് റൂറൽ അർബൻ ഡിസ്പാരിറ്റി. നമുക്കറിയാം ഗ്രാമ നഗര വ്യത്യാസമാണ്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും മറ്റ് സൗകര്യങ്ങൾക്കാണെങ്കിലും ഏറ്റവും നല്ലത് ടൗൺ തന്നെയാണ്, നഗരം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ടൗണിലേക്ക് ചേക്കേറുന്നു. ഗ്രാമത്തിലും നഗരത്തിലും ലഭിക്കുന്ന അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിൻ്റെ ഒരു വ്യത്യാസമാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. ടീച്ചർ പറഞ്ഞു തന്നെ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. വിഭവങ്ങൾ ലഭിക്കാൻ എളുപ്പം ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമങ്ങളിലെ ആളുകൾ താമസിക്കും. അല്ല, വിഭവങ്ങൾ ലഭിക്കാൻ എളുപ്പം നഗരങ്ങളിലാണെങ്കിൽ ആളുകൾ കൂടുതലും നഗരങ്ങൾ താമസിക്കും. എന്തായാലും നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്നത് എവിടെയാണോ അവിടെയാണ് ആളുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിലുണ്ടാവുന്ന വ്യത്യാസമാകും? ജോഗ്രഫിക്കലി ആയിട്ടുള്ള ഇൻഇക്വാലിറ്റി ഉണ്ടാക്കും. ദെൻ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ഹിസ്റ്റോറിക്കൽ? ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ. ഒന്നാമത്തത് കൊളോണൈസേഷനാണ്, അതായത് കോളനി വൽക്കരണം. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തത് സ്ലേവറി, അടിമത്തം. മൂന്നാമത്തത് റിപ്രഷൻ, അതായത് അടിച്ചമർത്തി വയ്ക്കുക. ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകൾ ഇതൊക്കെ ചരിത്രപരമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഈ
കൊളോണൈസേഷൻ, സ്ലേവർ, റിപ്രഷൻ എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കതൊന്നും ഇപ്പോൾ നിലവിൽ പഠിക്കാനില്ല. ജസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങളത് പഠിച്ചാൽ മതി. കൊളോണൈസേഷനും അതുപോലെ തന്നെ സ്ലേവറി, അടിമത്തം, അടുത്തത് റിപ്രഷൻ, അടിച്ചമർത്തുക. ഇനി പേജ് നമ്പർ 156 എടുത്തേ. ഓക്കെ. Shanti is studying in class 5. Her family consists of father, mother, sister and brother. Being in the coastal area, they live in fear with the sea gets rough. The biggest problem they face is the absence of a safe and secure home. ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനുജൻ എന്നിവരൊക്കെയാണ് ഉള്ളത്. അവരുടെ വീട് എവിടെയാണ്? ഒരു കോസ്റ്റൽ ഏരിയയിലാണ്, തീരപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർ സാധാരണ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് അല്ലേ. അവർക്കാണെങ്കിൽ കെട്ടുറപ്പുള്ള വീടും ഇല്ലാത്തത് കൊണ്ട് അവർ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോസ്റ്റൽ ഏരിയയിലെ കടൽ ആക്രമണമായിരിക്കും. രണ്ടാമത്തത്, ആകാശ് ആൻഡ് ഹിസ് ഫാമിലി ലിവ് ഇൻ എ ഹില്ലി ഏരിയ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ആകാശ് ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ് ടു ഗോ ടു സ്കൂൾ ഡ്യൂ ടു ഇന്നാഡ്യൂക്കേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഒന്നാമത്തെ ആൾ ശാന്തിയും ശാന്തിയുടെ ഫാമിലി ആയിരുന്നു. അത് നമ്മൾ എന്ത് പഠിച്ചു? കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കടലാക്രമണം അല്ലെങ്കിൽ കടൽ അല്ലേ, സീ ഭയങ്കര റഫാകുമ്പോൾ അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു. അടുത്തത് ആകാശിൻ്റെ ഫാമിലിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവർ മലയോര മേഖലയിലാണ്. പക്ഷേ മലയോര മേഖലയിൽ നിന്ന് പുറത്തേക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, കൺസിഡർ ദ എബവ് 2 സെനാറിയോസ്. മുകളിൽ കിടക്കുന്ന 2 സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദേ ഫേസ്? അവർ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉള്ളത്? Shouldn't all this be addressed while resolving the problems of Shanti and Akash? The issue of all other communities who face social inequality have to be resolved. ഇവയെല്ലാം പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് നമ്മോട് ചോദിക്കുന്നത് അല്ലേ. എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കണം. അതോടൊപ്പം തന്നെ നോക്കി, അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണം. സോഷ്യൽ പ്രോഗ്രസ് ഈസ് possible only when the basic needs of all the people are met. പ്രധാനമായിട്ടും എന്താണ് സോഷ്യൽ പ്രോഗ്രസ് എന്ന് നിന്നോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എല്ലാ ജനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അവിടെയാണ് എന്ത് സാധ്യമാകുന്നത്? സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോഗ്രസ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴാണോ എല്ലാ ജനങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അപ്പോഴാണ് നമ്മൾ സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. സോഷ്യൽ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ബേസിക് നീഡ്സ് ഓഫ് ഓൾ ദി പീപ്പിൾ ആർ മെറ്റ്. adequate facilities and condition for the same have to be set up. Addressing social inequality requires കോംപ്രിഹെൻസീവ് പോളിസി റിഫോംസ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? നയ പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അതായത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും നിലവിലെ നിയമങ്ങൾ എന്ത് ചെയ്യുക? റിഫോം ചെയ്യുകയും വേണം. To this end, government formulates and implements educational initiatives and projects for social justice and equal rights. ഇതിനായിട്ട് നോക്കിക്കേ, വിദ്യാഭ്യാസ സംരംഭങ്ങളും അതുപോലെ തന്നെ സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവയെല്ലാം സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അല്ലേ. എല്ലാവരെയും വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആക്കിയിട്ടുള്ളത്, കമ്പൽസറി ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നൂൺ മീൽ എല്ലാവർക്കും ഉച്ചഭക്ഷണം പ്രൈമറി എഡ്യൂക്കേഷനിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൂൺ മീൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എഡ്യൂക്കേഷണലി ഇന്നിക്വാലിറ്റിയെ തുടച്ചു നീക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി നോക്കുക, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ടു അഡ്രസ് സോഷ്യോ എക്കണോമിക് ഇന്നിക്വാലിറ്റി. അതായത് സാമൂഹികമായും സാമ്പത്തികമായും ഈ ഇന്നിക്വാലിറ്റി പരിഹരിക്കാൻ വേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യും? The governments implement various schemes for the uplift of the people
who face inequality. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. എന്തൊക്കെ പദ്ധതികളാണ്? Central and state governments have been implementing various schemes to provide food, shelter, education, healthcare and other basic facilities to all sections of people. അതായത് ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ലഭ്യമാകാൻ വേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് ഒത്തിരി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ പദ്ധതികളിലൂടെയൊക്കെ എക്കണോമിക് ഇക്വാലിറ്റി, സോഷ്യൽ ഇക്വാലിറ്റി, എഡ്യൂക്കേഷണൽ ഇക്വാലിറ്റി ഒക്കെ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിക്കും. അപ്പോൾ ക്ലാസ് കേട്ടല്ലോ, ഇന്ന് ഇത്രയും മതി, കുറച്ച് പഠിച്ചാൽ മതി നമുക്ക്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.